30 ഇയേഴ്സ് കഴിയുമ്പോൾ തൊട്ട് ആരംഭിക്കുന്ന സ്കിൻ സാഗിങ്, ലാക്സിസിറ്റി കുറവ്, ഫൈൻ ലൈൻസ്, റിങ്കിൾസ് തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കോസ്മെറ്റിക് പ്രൊസീജിയർ ഉണ്ട്. എന്താണെന്ന് അറിയാമോ? ഹൈഫു, ഹൈ ഇന്റൻസിറ്റി ഫോക്കസ്ഡ് അൾട്രാസൗണ്ട്. ഹൈഫു ടോട്ടലി പെയിൻലെസ്, സേഫ് ആൻഡ് നോൺ ഇൻവേസീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഹൈഫു ചെയ്യുന്ന സമയത്ത് അൾട്രാസൗണ്ട് യൂസ് ചെയ്ത് നമ്മുടെ സ്കിൻ ലിഫ്റ്റിംഗ് ആൻഡ് ടൈറ്റനിങ് ആണ് ചെയ്യുന്നത്. ഹൈഫു പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എനർജി നമുക്ക് കൊളാജൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഹൈഫു ഏതെല്ലാം കണ്ടീഷനിൽ യൂസ് ചെയ്യാം? ഒന്ന്, ഫൈൻ ലൈൻസ് ആൻഡ് റിങ്കിൾസ്, പിന്നെ നമ്മുടെ ഐബ്രോ ലിഫ്റ്റ്, അൺട്രൈയിലുള്ള ഐ ബാഗ്സ് റിഡക്ഷൻ, പിന്നെ നല്ല ചബ്ബി ചീക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചബ്ബി ചീക്സ് കുറയ്ക്കാനായിട്ട് ഫാറ്റ് ലോസിനായിട്ട് നമുക്ക് ഹൈഫു യൂസ് ചെയ്യാം. ജോ ലൈൻ കോണ്ടൂറിങ്, ഡബിൾ ചിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ എക്സലൻറ്റ് റിസൾട്ടാണ് ഹൈഫു തരുന്നത്. പിന്നെ നെക്ക് ലിഫ്റ്റ്, ഈ കണ്ടീഷൻസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. നോർമലി 2 to 3 സിറ്റിംഗ്സ് ആണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അത് നമ്മുടെ ഏജ് അനുസരിച്ചും എക്സ്പെക്ടേഷൻ അനുസരിച്ചും എല്ലാം വേരി ചെയ്യാറുണ്ട്. ഹൈഫു പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ചുരുക്കം ആളുകളിൽ ഒരു 2 മണിക്കൂർ നേരത്തേക്ക് നമുക്ക് മൈൽഡ് റെഡ്നെസ് ആൻഡ് ടിംഗ്ലിംഗ് സെൻസേഷൻ കാണാറുണ്ട്. കൂടുതൽ ആളുകൾക്ക് പ്രത്യേകിച്ച് പെയിനും കാര്യങ്ങളും ഒന്നും ഫീൽ ചെയ്യാറായിട്ടില്ല. പിന്നെ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് ഒരു 4 to 6 വീക്സ് ആണ് ബെസ്റ്റ് റിസൾട്ട്സ് വരാനായിട്ടുള്ളൊരു ടൈം. വൺസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ഇലാസ്റ്റിസിറ്റി അനുസരിച്ചിട്ടാണ് നമുക്ക് അടുത്ത സിറ്റിംഗ് എപ്പോൾ വേണം എന്നുള്ളത് വരുന്നത്. നല്ല സാഗിങ് ഒക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ ഒരു ഇയറിൽ 2 സിറ്റിങ്ങോ 3 സിറ്റിങ്ങോ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഏർലി 30s സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിൽ വർഷത്തിൽ 1 പ്രാവശ്യം ഹൈഫു ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെയാ ഹൈഫു ഒന്ന് ട്രൈ ചെയ്താലോ? അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൾ ചെയ്യുക, അപ്പോയിൻമെൻറ്റ് എടുക്കുക, and do come and meet me. Follow me for such skin and hair care tips. Thank you.